Hey everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ ബേക്കിംഗ് റിലേറ്റഡ് ആണ്. ഒരു ബേസിക് ആയിട്ടുള്ള വെനില കേക്ക്. ഒരു 1D ക്ലാസ്സിന് പോയായിരുന്നു ഒരു 1 year മുന്നേ അബൌട്ട് ബേക്കിംഗ് ആൻഡ് എവറിത്തിങ്. അങ്ങനെയാണ് ഞാൻ കുറച്ച് ബേക്കിംഗ് എന്തെല്ലാം എന്നുള്ള കുറച്ച് അറിയുന്നതും ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നതും. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് കേക്കിൻ്റെ പിക്സാണ്. ഒരു ബോണസ് ടിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ എൻഡിൽ. സോ എല്ലാവരും എൻഡ് വരെ കാണുന്ന വീഡിയോ. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് പ്ലീസ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ: മൈദപ്പൊടി, ബേക്കിംഗ് പൗഡർ. ഇതൊക്കെ അരിച്ചിട്ട് വേണം ചേർക്കാൻ. അതിനുവേണ്ടി ഒരു അരിപ്പ് എടുത്ത് വെക്കുന്നു. 1 കപ്പ് മൈദ. ഈ കപ്പിൽ അളവെടുക്കുമ്പോൾ നമ്മൾ മേലെ വരെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കണം. അതായത് കപ്പിൻ്റെ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടെടുക്കുക. അതാണ് 1 കപ്പിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ്. അപ്പോൾ 1 കപ്പ് ഫ്ലോർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതും ഇതേപോലെ കറക്റ്റ് അളവായിരിക്കണം. കപ്പിൽ അളവെടുക്കുന്ന ടൈം എല്ലാം നല്ല കറക്റ്റായിട്ട് കപ്പിൻ്റെ ലെവലായിട്ടുള്ള അളവ് വേണം എടുക്കാൻ. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനു വേണ്ടി ഫസ്റ്റ് നമുക്ക് ഷുഗർ പൊടിച്ചു വെക്കാം. വാനില കേക്കിന് 1 കപ്പ് ഷുഗർ ആവശ്യമുണ്ട്. ഷുഗറും നല്ലോണം കത്തി വെച്ച് ലെവലായിട്ട് വേണം എടുക്കാൻ വേണ്ടി. ഈ ഷുഗറൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. ഒരു 1/2 കപ്പ് മിൽക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതായത് നമ്മളൊന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് മിൽക്കിൻ്റെ സൈഡിൽ മാത്രം ഒരു ചെറിയ ചെറിയ ബബിൾസ് വരുന്നവരെ മാത്രം ചൂടാക്കിയാൽ മതി. ഇതേപോലെ ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ തുടങ്ങാം. 2 മുട്ട, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, നമ്മൾ ചൂടാക്കിയ പാൽ, ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഷുഗറും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഷുഗർ മിക്സ് ചെയ്യുമ്പോൾ ഒരു 2-3 പാർട്സ് ആയിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ആയിട്ടില്ലെങ്കിൽ ഒരു ബീറ്ററിൽ ലോ സ്പീഡിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് കൂടി. നമ്മളെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയായി. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോഴും ഒരു 2-3 പാർട്സ് ആയിട്ട് മിക്സ് ചെയ്താൽ മതി. സോ വെനില കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കാം. ഞാനിവിടെ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് കട്ട് ചെയ്യുന്നത് സുഖം. നമുക്കപ്പോൾ ഈസി ആയിട്ട് ആ ഷേപ്പിൽ തന്നെ കിട്ടും. സൈഡിൽ ഞാൻ വേറെ ബട്ടർ പേപ്പർ വെക്കലില്ല. ഞാൻ ഈ ബട്ടർ പേപ്പർ കൊണ്ടുതന്നെ ഒന്ന് സൈഡിൽ നല്ലോണം ഉരച്ചു കൊടുക്കും. ഞാൻ ഉരച്ചു കൊടുത്താൽ സൈഡിൽ വേറെ ബട്ടർ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുറച്ച് ബബിൾസ് എല്ലാം കാണാം. അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ പോയിക്കോളും. കുക്കറിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പം ഫസ്റ്റ് അതിൻ്റെ വിസിലും അതിൻ്റെ അടിയിലത്തെ റബ്ബറും എടുത്ത് മാറ്റണം. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുക്കറിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു റിങ് വെച്ചിട്ടുണ്ട്. ആൻഡ് ലിഡോട്ട് ക്ലോസ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്യാം. ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ എടുക്കും. പ്രീ ഹീറ്റ് ആയോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ പുക വരുന്ന പോലെ കാണാം.
പ്രീ ഹീറ്റ് ആയാൽ ഈ കേക്ക് ടിൻ നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുക്കർ ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. സിമ്മിൽ വെച്ചിട്ട് ഒരു 35 to 45 മിനിറ്റ്സ് എടുക്കും കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ. കേക്ക് ബേക്ക് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സൊല്യൂഷൻ റെഡിയാക്കാം. 1/4 കപ്പ് വാട്ടറും 1 കപ്പ് ഷുഗറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. നല്ല കട്ടിയുള്ള ഷുഗർ സൊല്യൂഷൻ ഉണ്ടാകും. ഇതിപ്പം ഒരാളെ ഇഷ്ടമനുസരിച്ചിട്ട് ഷുഗർ കുറക്കണ്ടെങ്കിൽ കുറക്കാം, അതനുസരിച്ചിട്ട് ഷുഗർ സൊല്യൂഷൻ റെഡിയാക്കാം. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഷുഗർ സൊല്യൂഷൻ റെഡിയായി. കേക്ക് എന്തായി നോക്കാം. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞു. നല്ലോണം കുറച്ച് പൊന്തി വന്നിട്ടുണ്ട് കേക്ക്. നമുക്കൊന്ന് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം. ഫുൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈ ടൂത്ത് പിക്കിൽ ഒരു കേക്കിൻ്റെ അംശം പോലും വരില്ല. ഇൻ കേസ് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി പ്രീ ഹീറ്റ് ചെയ്ത് വേണം കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടി. കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം സൈഡെല്ലാം ഒന്ന് കത്തി വെച്ച് ഇളക്കി കൊടുക്കുക. നമുക്കൊന്ന് കേക്കൊന്ന് ഈ ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കേക്കിന് മുകളിലത്തെ ബൾജ് ചെയ്ത പാട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ നല്ല ഫ്ലാറ്റ് സർഫസ് ആക്കി മാറ്റുന്നതാണ്. ഞാനിവിടെ കേക്ക് ഒരു 3 പീസായി മുറിക്കുന്നതാണ്. ഒരു ഓൾമോസ്റ്റ് ഈക്വലായി ഒരു 3 പീസ്. ഈ പീസ് മുറിച്ച് കഴിഞ്ഞ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അടുത്ത പീസ് മുറിച്ച് കഴിഞ്ഞ് അപ്പോൾ നമുക്കിവിടെ 3 പീസ് കിട്ടിയിട്ടുണ്ട് കേക്കിൻ്റെ. ഇനി നമുക്ക് കേക്കിൻ്റെ ക്രീം റെഡിയാക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അത് നല്ല ഫ്രീസ് ആയിട്ടാണ് ഉണ്ടാവുക. അത് നല്ലോണം അലിയണം നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ. ദാറ്റ് ഈസ് അത് നല്ലോണം അലിഞ്ഞ് നല്ല ലിക്വിഡ് പോലെ ആയിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. 1 കപ്പ് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട് ഒരു കേക്കിന് വേണ്ടി. എൻ്റെ അടിക്കുള്ള ബീറ്റാണ് ഇവിടെ 5 സ്പീഡിൽ വരുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൽ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 2nd സ്പീഡിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യണം. ടോട്ടൽ 5 മിനിറ്റ്സ് നമ്മൾ ഈ ക്രീം ബീറ്റ് ചെയ്യണം. ഫസ്റ്റ് 1 to 2 മിനിറ്റ്സ് ലോ സ്പീഡിൽ, അതായത് ഞാനിപ്പോൾ 2ാമത്തെ സ്പീഡിൽ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഹൈ സ്പീഡിൽ, അതായത് 5ാമത്തെ സ്പീഡിൽ വെച്ചിട്ട് ഞാൻ ബീറ്റ് ചെയ്യും. ക്രീം റെഡിയായോ നോക്കാൻ ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പം നല്ല പോയിൻറ്റഡായ എഡ്ജസ് ഉണ്ടാവും. എഡ്ജസ് അങ്ങനെ തന്നെ പോയിൻറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ക്രീം റെഡിയായെന്ന് അർത്ഥം. ഇവിടെയുള്ള എല്ലാ പോയിൻറ്റഡ് എഡ്ജസും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ഒരു ചേഞ്ച് വന്നിട്ടില്ല. ബീറ്ററിനെ കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് എടുക്കുമ്പോൾ ബൗളടക്കം പൊന്തി വരുന്ന കാണാം. ഇതാ നോക്കിക്കോ, കേക്ക് ബൗളടക്കം പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്രീം റെഡിയായെന്ന് അർത്ഥം. ഈ ബീറ്റർ കുറച്ച് സൈഡിൽ വെച്ചിട്ട് ഒന്ന് വെറുതെ ഫസ്റ്റിലിട്ട് കഴിഞ്ഞാൽ ബീറ്ററിൽ പറ്റി പിടിച്ച ക്രീമെല്ലാം ഇളകി വരും. സോ ക്രീം റെഡിയായി. ഇതാണ് പൈപ്പിംഗ് ബാഗ്. ഇതിൻ്റെ ഈ എഡ്ജസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം ഫില്ല് ചെയ്യാം.
നമ്മളെ കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. കേക്കിന് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഫസ്റ്റ് നമുക്ക് അടിയിൽ കുറച്ച് ക്രീം ഇടാം. ഈ അടിയിൽ ക്രീം ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ കേക്ക് ഈ ബോർഡിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടി. ഇതാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത കേക്കിൻ്റെ പീസ്, അതായത് ടോപ്പ് ബേക്ക് ചെയ്തപ്പോൾ മേലെ വന്ന പീസ്. അത് നമുക്ക് ഏറ്റവും അടിയിലായിട്ട് വേണം കേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാൻ. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സൊല്യൂഷൻ എല്ലായിടത്തും നല്ലോണം ഒഴിച്ചു കൊടുക്കുക. ഇൻ കേസ് കേക്ക് ബോർഡിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചാൽ മതി. ഇനി നമുക്ക് ക്രീം ഇടാൻ മേലെ. ഇപ്പം ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ഫുള്ളായൊരു റൗണ്ട് ചുറ്റി കൊടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി ക്രീം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ വെക്കാം. അതിൻ്റെ മേലെ ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ക്രീം ആഡ് ചെയ്യാം. ഇൻ കേസ് ഇപ്പം കേക്ക് കട്ട് ചെയ്യുന്ന ടൈം ചിലപ്പോൾ കേക്ക് കുറച്ച് ലെവലായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ക്രീം ഇടുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഒന്ന് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ ആഡ് ചെയ്യാം. അതിൻ്റെ മേലെ സെയിം ഷുഗർ സൊല്യൂഷൻ പിന്നെ ക്രീം ആഡ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡ് റെഡിയാക്കാം. ഇൻ ദ സെയിം വേ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നമുക്ക് ക്രീം സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. റാപ്പർ വെച്ചിട്ട് ഞാൻ സൈഡ് ലെവൽ ചെയ്തെടുക്കുന്നതാണ്. സൈഡ്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മേൽഭാഗം കൂടി ഒന്ന് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കാം. കേക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ച ക്രീമെല്ലാം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്യാം. ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ കേക്ക് ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ ക്രീമെല്ലാം നല്ലോണം സെറ്റായി കിട്ടും. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഗനാച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഫ്രഷ് ക്രീമും ഒരു ചോക്ലേറ്റ് ബാറുമാണ്. ഞാനിവിടെ ഒരു കളേർഡ് ചോക്ലേറ്റ് ബാറാണ് എടുക്കുന്നത്. ഒരു മൈൽഡ് ഗനാച്ചാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു 60 ഗ്രാം ഫ്രഷ് ക്രീമും 30 ഗ്രാം കളേർഡ് ചോക്ലേറ്റാണ് എടുക്കുന്നത്. ഇത് നമുക്കിനി ഡബിൾ ബോയിൽ ചെയ്യണം. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അതിൻ്റെ മേലെ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യാം. ഗനാച്ച് റെഡി ആയിട്ടുണ്ട്. ക്രീമൊക്കെ സെറ്റായിട്ടുള്ള കേക്കിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം മേലെ. പല സ്ഥലത്തിലും ആ ഫ്ലോ ചെയ്യുന്ന ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്, ഒലിച്ച് വരുന്ന പോലത്തെ. അത് നമുക്കിനിയും വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി കൊടുക്കാം. ബാക്കി വന്ന ക്രീം കൊണ്ട് മേലെ കുറച്ച് ഡിസൈൻ ആക്കാം. ലാസ്റ്റായിട്ട് താഴെ ബോട്ടമും ഒരു ഡിസൈൻ കൊടുക്കാന്ന് വെച്ചു. അപ്പോൾ അതും കൂടി കാണാം. സോ വാനില കേക്ക് റെഡിയായി.
ഒരു ബേക്കിങ്ങിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്. ഇതേപോലത്തെ വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചോക്ലേറ്റ് കേക്ക്, വാൻചോ, റെഡ് വെൽവെറ്റ്, ഡോൾ കേക്ക് അങ്ങനത്തെയുള്ള കേക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ബിലോ. സോ നമുക്ക് കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. സോ ദ ബോണസ് ടിപ്പ്, വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വീഡിയോയിലുള്ള സെയിം വാനില കേക്ക് ബാറ്റർ ഉണ്ടാക്കുക. അതിലേക്ക് വാനില എസൻസിൻ്റെ ഒപ്പം ഒരു 1/2 ടീസ്പൂൺ ലൈം എസൻസ് കൂടി ചേർത്താൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ബേസ് കേക്കായി.